നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ. കാഞ്ഞങ്ങാട് ബല്ലാക്കടപ്പുറത്ത് LDF പ്രവർത്തകന്റെ കട കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. ബല്ലാക്കടപ്പുറത്തെ മൂസ പെരിയ എന്നയാളുടെ കടയാണ് നശിപ്പിക്കപ്പെട്ടത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മൂസ പറഞ്ഞു. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറം സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ നിർമ്മാണം നടത്തിയ ജ്യൂസ് മറ്റ് അനുബന്ധ ഉപസാധനങ്ങൾ വിൽക്കുന്ന കടയാണ് നശിപ്പിക്കപ്പെട്ടത്. കടയും അനുബന്ധ ഷെഡും ഇതോടൊപ്പം ഇരയായി. ഇന്നലെ രാത്രി 2:30 മണിക്ക് ശേഷമാണ് ഇവിടെ കത്തുന്നത്. അപ്പം 3:30 മണിക്ക് ശേഷമാണ് ഇതിലെ ആൾ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ കണ്ടിട്ടാണ് വിളിച്ചു പറയുന്നത്. ആ വരുമ്പോഴേക്ക് പകുതിയും കത്തിയിട്ട് തീർന്നു. എത്ര മണിയായിട്ടുണ്ട്? ഏകദേശം ഞാൻ വരുമ്പോൾ 3:50 നിങ്ങളുടെ അടുത്ത് തന്നെയാണ് താമസം? എവിടെ? പള്ളിൻ്റെ അടുത്ത്. നിങ്ങളെപ്പോ തന്നെ വന്നോ? വന്നിട്ടാകുമ്പോൾ കത്തുന്നുണ്ട്. ഫയർഫോഴ്സിനെ വിളിച്ചു. വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല. കുറേ നേരം വിളിച്ചു. ഞാനും എന്ത് പറഞ്ഞു? വിളിച്ചിട്ട് ഐറ്റം എടുക്കുന്നില്ല. കുറേ നേരം, അരമണിക്കൂർ ഫോൺ എടുത്തില്ല. രണ്ടാമത് അപ്പോൾ 100 വിളിച്ചത് കാഞ്ഞങ്ങാട്. അപ്പോൾ അവർ പറയുന്നത് നീലേശ്വരം ആണ് ഇത് നമ്പർ, ഇവിടുത്തെ നമ്പറെല്ലാം നിങ്ങൾ വിളിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കല്ലാന്ന് പറഞ്ഞു. അറക്കണ്ണിൽ ബുദ്ധിമുട്ടിക്കല്ലാന്ന്. നല്ല ഡയലോഗാണല്ലോ. എന്നിട്ട് ലാസ്റ്റ് ഇത് വന്ന് നോക്കുമ്പോൾ വല്ല പോയാ? നിങ്ങൾ എല്ലാവരും വെള്ളം അടിച്ച് തീർത്ത് അപ്പോഴേക്കല്ല കത്തി കഴിഞ്ഞല്ലോ, മൊത്തം കത്തി കഴിഞ്ഞിട്ടുണ്ട്. രമേശ് ചേട്ടാ, ഇതിനെക്കുറിച്ച് എന്തായാലും ഇത് പിന്നെ ഒരു മിനിറ്റ്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗം ഇടതുപക്ഷത്തോട് വല്ലാത്തൊരു അനുഭാവം പ്രകടിപ്പിക്കുന്ന ആവേശകരമായ ഒരു അനുഭവമാണ് പൊതുവേ കേരളത്തിൽ ഇക്കുറി നമുക്ക് കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് മണ്ഡലത്തിലും പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെല്ലാം ഇന്നലെ വരെ ഇടതുപക്ഷത്തോട് അടുക്കാത്ത വിഭാഗങ്ങൾ ഈ ഇലക്ഷനിൽ പൂർണ്ണമായും ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. പല വീടുകളിലും ഞങ്ങളെ പോയപ്പോൾ അവിടെ വിളിച്ചിരുത്തി ചായയൊക്കെ തന്ന് വളരെ സ്നേഹപ്രകടനം ഞങ്ങളത് കണ്ടതാണ്. അത് ഇക്കുറി വലിയ മുന്നേറ്റം കാസർഗോഡ് തീരദേശ മേഖലയിലെല്ലാം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിൽ കാണാനിടയായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഈ കടപ്പുറം പ്രദേശത്ത് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ സംഘർഷമൊന്നുമില്ല. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത്. പെട്ടെന്ന് കമ്മ്യൂണൽ ഉണ്ടാക്കാനുള്ള മുൻകാലങ്ങളിലൊക്കെ ശ്രമിച്ച പ്രദേശമാണ്. അതൊക്കെ മാറി ഇപ്പോൾ നല്ല സൗഹൃദ അന്തരീക്ഷമാണ്. അതിൽ അസഹിഷ്ണുത പിടിച്ച ഒരു വിഭാഗം ആളുകളാണ് ഇത്തരം നീച പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉടമ മൂസ ഇടതുപക്ഷത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം മുന്നിട്ടിറങ്ങി ബൂത്തിൽ അടക്കം ഇരുന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ അതിൽ വിരളി പൂണ്ട ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെ അണികളെല്ലാം മൂസയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തേക്ക് വരും എന്ന ഒരു വലിയ ധാരണ ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രകടമായിട്ട് തന്നെ ഇലക്ഷൻ ദിവസം കാണാനിടയായി. അതിൽ വിരളി പൂണ്ട മുസ്ലിം ലീഗിൻ്റെ ആളുകൾ തന്നെയാണ് ഈ ഇവിടെ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സമാധാനപരമായി കഴിയുന്ന തീരദേശ മേഖലയിൽ സംഘർഷമുണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. പോലീസ് ശക്തമായ നടപടിയെടുക്കും. അതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം, അവർക്ക് നല്ല ശിക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയണം. ഞങ്ങളുടെ പ്രവർത്തകരോടെല്ലാം സംയമനം പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സംഘർഷമല്ല നമുക്ക് വേണ്ടത്, ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷമാണ് വേണ്ടത്. അതുകൊണ്ട് നിയമപരമായി ഈ കാര്യങ്ങൾ ഞങ്ങൾ നേരിടും എന്നതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തുണ്ടാകണം. മുഴുവൻ ആളുകളും, ഏത് പാർട്ടിയിൽ നിന്നല്ല, ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യുന്ന, ഇത്തരം ക്രൂരത ചെയ്യുന്ന ഒരു ജീവിത മാർഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ജീവിത മാർഗ്ഗമാണ്. ആ ജീവിത മാർഗം തടസ്സപ്പെടുത്തിയ ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നതാണ് ശക്തമായ പ്രതിഷേധം. CPIM കാര്യത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. സുജാത ടീച്ചർ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടോ? ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നത്. കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു കടൽ തീരത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള മൂസ, അതുപോലെ തന്നെ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതും ഇവരെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ബാക്കി കാര്യങ്ങൾ തൊഴിലൊക്കെ കിട്ടുന്നതാണ്. മാത്രമല്ല ഒരു കടൽ തീരം ഏറ്റവും
ടൂറിസ്റ്റുകളെ അടക്കം ആകർഷിക്കുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയുള്ള അസഹിഷ്ണുത, ഇടതുപക്ഷത്തിന് ആഭിമുഖ്യം കൂടുന്നു എന്നുള്ളതിൻ്റെ അസഹിഷ്ണുത ഒക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ട് വന്നു. വളരെ സമാധാനപരമായിട്ട് കഴിയുന്ന ഒരു മേഖലയാണ് തീരദേശ മേഖല. ഒരു സംഘർഷമോ ഒന്നുമില്ല, സാഹോദര്യത്തോട് കഴിയുന്ന ഒരു മേഖലക്കകത്ത് മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രദേശത്ത് CPM-ലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സഖാവ് മൂസയുടെ ഈ സ്ഥാപനം നശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അതിന് വരുമ്പെട്ട അക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും, പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ആ നിലയിലേക്ക് മുഴുവൻ ആളുകളും ഈ ഒരു പ്രശ്നത്തിൽ പ്രതിഷേധിക്കണമെന്ന് കൂടിയാണ്. സ്ഥലം LDF കാസർഗോഡ് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി MB ബാലകൃഷ്ണൻ മാസ്റ്റർ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KB സുജാത ടീച്ചർ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് രാജ്മോഹൻ, VV രമേശൻ, C ബാലൻ, CK നാസർ, നൗഫൽ കൊളവേൽ, കാറ്റാടിക്കമ്മാരൻ, മോഹനൻ, പ്രദീപൻ, കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.